നിങ്ങൾ വിഷമിച്ചിരിക്കണോ, സങ്കടപ്പെട്ടിരിക്കണോ, നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, എത്ര എന്താ പറയുക ചെറിയ ആഗ്രഹമായിക്കോട്ടെ, കുറേ നാളായി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, അത് നടക്കാൻ എന്താ പറയുക തടസ്സങ്ങളും അതെല്ലാം കൂടി നടക്കാതിരിക്കുന്നുണ്ടോ, എന്നാൽ ഇനി ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പലവർക്കും അറിയാം, പല എന്താ പറയുക ലക്കി നമ്പർ, മിറക്കിൾ നമ്പർ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊന്നും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? എൻ്റെ അടുത്ത് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വർഷങ്ങളായി, 1-2 വർഷങ്ങളായി അവര് എന്താ പറയുക എല്ലാ ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോസിലെയും ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്ക് കിട്ടുന്നില്ല, അതെന്താണ്? എനിക്ക് അതിലോടുള്ള വിശ്വാസം ആ ചേച്ചിക്ക് ഇല്ലാതായി പോയി എന്ന് അവരുടെ കമന്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പൊ ഞാൻ എന്തു പറഞ്ഞു, വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ അത് നമുക്ക് കിട്ടും. പക്ഷെ കുറച്ച് കാലതാമസം എടുത്താൽ കൂടി നമുക്കത് കിട്ടും. കുറച്ച് അത് വെറുതെ എന്താ പറയാ വിശ്വസിച്ച് എഴുതിയത് കൊണ്ട് മാത്രം കിട്ടില്ല. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വേണം, പ്രയത്നിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമിന് പഠിക്കാതെ പോയി ഈ നമ്പർ മാത്രം എഴുതി നമുക്ക് ഒരിക്കലും ജയിക്കണം എന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ മിണ്ടാതെ ഇരുന്നിട്ട് ഈ നമ്പർ എഴുതിയിരുന്നാൽ നമ്മുടെ കടങ്ങൾ തീരില്ല. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. പക്ഷെ ഈ ഭാഗ്യം നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് ഇപ്പൊ 10 രൂപ ചെലവാക്കേണ്ട അവിടെ 20 രൂപ ചെലവാക്കും. പക്ഷെ അതിനൊക്കെ ഒരു നിയന്ത്രണം വരും. അപ്പൊ നമ്മുടെ ലൈഫ് മുന്നോട്ട് നല്ല കുതിച്ചു കയറും. അല്ലാതെ വീട്ടിലിരുന്ന് നമ്പർ എഴുതിക്കൊണ്ടിരുന്നാലും പണിക്ക് പോകാതിരുന്നാലും, അതുപോലെ തന്നെ എക്സാമിന് പഠിക്കാതെ ഞാൻ ഈ നമ്പർ വിശ്വാസത്തോടുകൂടി എഴുതിയിട്ടുണ്ട്, ഞാൻ റിസൾട്ടിൽ പാസ്സാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും നടക്കില്ല. അത് മെയിനായി ഞാൻ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ നീട്ടി വലിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പല നാളായി അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങളുടെ ആഗ്രഹം എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ എക്സാമിന് അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. അതെന്താ കാരണം? അത് നമുക്ക് എന്തോ ഒരു തടസ്സമാണ്. പക്ഷെ നമ്മൾ പ്രയത്നിക്കില്ല. ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും വെറും 11 ദിവസം മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ 11 ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷെ അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. യാതൊരു സംശയമോ നടക്കുമോ നടക്കില്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറയാം. നമ്പർ എഴുതാൻ, ബുക്കിൽ എഴുതാൻ ആഗ്രഹങ്ങൾ അതൊന്നുമല്ല. രാത്രി ഉറങ്ങാൻ നേരത്ത് വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ സമയത്ത് ഉറങ്ങുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ഓം നമഃശിവായ എന്നൊന്ന് പറയുക. ഓം നമഃശിവായ എന്ന് പറഞ്ഞതിന് ശേഷം ഒരിക്കൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഏത് ആഗ്രഹമാണോ, എത്ര നടക്കാത്ത ആഗ്രഹമാണോ നമുക്കത് നടക്കേണ്ടത്. ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഒരു വീട്, അതാണ് നമ്മുടെ സ്വപ്നം, അല്ലെങ്കിൽ ജോലി ഇതാണ് എങ്കിൽ ഓം നമഃശിവായ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു തവണ പറഞ്ഞാൽ മതി. അതൊന്ന് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ചും വിട്ട് അതൊന്ന് നടന്നതായിട്ടൊന്ന് കാണുക. ഓം നമഃശിവായ എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണടച്ചതിന് ശേഷം നമ്മുടെ വീടാണെങ്കിൽ ആ വീടൊക്കെ കെട്ടി നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ആ ജോലിക്ക് പോകുന്നത്, അങ്ങനെ അല്ലെങ്കിൽ എക്സാം റിസൾട്ട് കിട്ടിയതാണെങ്കിൽ അതിന്റെ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെയൊന്ന് കണ്ടു നോക്കുക. അതൊന്ന് മനസ്സിൽ, അത് വെറുതെ ഒന്ന് കണ്ണടച്ചിങ്ങനെ നോക്കി മനസ്സിൽ ആ സന്തോഷം വരണം. ആ മനസ്സിലും അതേപോലെ ആ മുഖത്തും നമുക്ക്
അത് ലഭിച്ചത് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു പൈസക്ക് ഒരു 10,000 രൂപയ്ക്ക് ആവശ്യമില്ല, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ലോട്ടറി എടുത്തു, അത് കിട്ടി, അല്ലെങ്കിൽ എവിടെ നിന്നും കിട്ടി. അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട്. അതിലൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ തോന്നണം. ആ ലഭിച്ചു എന്നുള്ളത് നമ്മൾ അതിൽ സന്തോഷത്തോടു കൂടി ഇരിക്കണം, ആ വീട്ടിൽ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ജോലിക്ക് പോകുകയാണ്, അങ്ങനെ ഒരു മനസ്സിലൊരു സന്തോഷം വേണം. അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വെറും 11 ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കണതിന്റെ മുന്നായിട്ട് എന്താ പറയുക, ജോലി തിരക്കുകളെല്ലാം കൂടി മനസ്സൊക്കെ റിലാക്സ് ആയ സമയമാണ് ആ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. അപ്പോ പലവർക്കും പിന്നെ വേറൊരു ചിന്തയുണ്ട്, ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും പല ടെൻഷനുകൾ വരുന്നത്. അയ്യോ നാളെ കുട്ടിയുടെ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ അവിടെ പൈസ കൊടുക്കണം, ഇതൊക്കെ ചിന്തിച്ച് കിടക്കും രാത്രി. പക്ഷെ ആ ചിന്തകളൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സ് റിലാക്സ് ആവും. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ ചിന്തകളാണ് ശരിക്കും വരിക. എന്റെയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മ ഇരുന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മ ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊന്ന് സങ്കല്പിക്കുക, കിട്ടിയതായി ലഭിച്ചതായി ഒന്ന് സങ്കല്പിക്കുക, സന്തോഷിക്കുക. അങ്ങനെ ഒരു വെറും 11 ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നടന്നു കിട്ടും. ശിവൻ ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ ശിവൻ പരമേശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. യാതൊരു സംശയമില്ല, ഉറപ്പായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോ അങ്ങനെ പരമേശ്വരന് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഓം നമഃ ശിവായ എന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്താ പറയാ കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെ ആഗ്രഹവും എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ എല്ലാവരുടെയും നടന്നു കിട്ടാൻ ഞാനും കൂടെ തന്നെയുണ്ട്. അപ്പോ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.